നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും അറിയിക്കുന്നു. ഫേസ്ബുക്കിൻ്റെ ടൈം ലൈനിലൂടെ വിശുദ്ധന്മാരുടെ കാലുകൾ എന്നുള്ള വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് ഞാൻ ഇപ്പോൾ കടന്നു വരുന്നത്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരുക്കമുള്ള കാലുകൾ എന്നുള്ള വിഷയമാണ്. എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നു: സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുകയും. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുകയും. ഒരുക്കമുള്ള കാലുകൾ എന്നാണ് ഈ കാലുകളെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ഈ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ എല്ലായ്പ്പോഴും ഈ പോർക്കളത്തിൽ നിൽക്കുന്നവനാണ്. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമം അത് ഏന്തി, പോയിടാം സുവിശേഷം, ഓതിടാം നാടെങ്ങും, അനന്ത സന്തോഷമുണ്ട് ഒടുവിൽ എന്ന പണ്ട് ഒരു പാട്ടുകാരനെ പാടിയ പഴയ ഒരു പാട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവൻ എല്ലായ്പ്പോഴും പോർക്കളത്തിൽ നിൽക്കുകയാണ്. സുവിശേഷത്തിൻ്റെ പോർക്കളത്തിലാണ് അവൻ നിൽക്കുന്നത്. സാത്താൻ പല നിലയിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് നമ്മുടെ ഈ സുവിശേഷത്തിൻ്റെ പോരാട്ടത്തിൽ നമ്മെ പരാജയപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ. അങ്ങനെ അവനോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്യഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ: പിശാചിനോടും അവൻ്റെ തന്ത്രങ്ങളോടും എതിർത്ത് നിൽക്കുവാനും നിരന്തരമായി ക്രിസ്തീയ ജീവിതത്തിൻ്റെ പോർക്കളത്തിൽ പരാജയപ്പെട്ടു പോകാതെ പോരാടി ജയാളികളായി മുന്നേറുവാനും നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ചില സർവായുധ വർഗങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നു. അതിങ്ങനെയാണ്: നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. ഇവിടെ പറയപ്പെടുന്ന പല നിലയിലുള്ള ഉപകരണങ്ങൾ എടുക്കേണ്ടത്, ധരിക്കേണ്ടത്, അതുപോലെ തന്നെ പോരാടുവാനായി സൂക്ഷിക്കേണ്ടത്, ഇങ്ങനെ പല നിലയിലുള്ള ആയുധവർഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഇവിടെ പറയുന്നത് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും കൊണ്ട് നിൽപ്പീൻ എന്ന്. വിശ്വാസികളായ നമുക്ക് ദൈവം കാലുകളെ നൽകിയിട്ടുള്ളത് നാം വാസ്തവത്തിൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യാനോ ദുർമാർഗങ്ങൾ നടക്കാനോ അല്ല, മറിച്ച് സമാധാന സുവിശേഷത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ ഈ കാലുകൾ കൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യണം. മുമ്പേ സൂചിപ്പിച്ച പോലെ കാല് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരുക്കത്തെ കാണിക്കുകയാണ്. ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതായ സമയത്ത് മോശ ദൈവജനത്തോട് പറയുന്ന വാക്കുകൾ ഇവിടെ നാം ആവർത്തിച്ച് ഓർക്കേണ്ടതായിരിക്കുന്നു. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ പെസഹായുടെ മാംസം ഭക്ഷിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ടും നിങ്ങൾ ഈ പെസഹയുടെ മാംസം തിന്നണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അപ്പോൾ അത് എല്ലായ്പ്പോഴും റെഡിനെസ്സിനെ കാണിക്കുന്നതാണ്. റെഡിനെസ് ഫീറ്റ്, ഒരുക്കമുള്ള കാലുകൾ. മിസ്രൈമിൽ നിന്ന് സംഹാരദൂതൻ്റെ സംഹാരം ആ രാത്രിയിൽ ഏത് സമയത്ത് നടക്കും. അർദ്ധരാത്രിയിൽ സംഹാരകൻ കടന്നു പോകും എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ആ സമയത്ത് മിസ്രൈമിൽ വലിയ നിലവിളി കേൾക്കാം. ആ നിലവിളി എന്ന് പറയുന്നത് ഫറവോന്റെ കൊട്ടാരം തുടങ്ങി ദരിദ്രന്റെ കുടിൽ വരെയുള്ള എല്ലാ ഭവനങ്ങളിലും മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ആദ്യജാതന്മാർ കൊല്ലപ്പെടുന്ന രാത്രിയാണ്. വലിയൊരു പ്രലാപം മിസ്രൈമിൽ എവിടെയും ഉണ്ടാകും. അത് കേൾക്കും. അത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ദ ഇസ്രലൈറ്റ്സ് മസ്റ്റ് ബി റെഡി ടു ഗോ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാനായിട്ട് തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ കാലിന് ചെരുപ്പിട്ടും അരകെട്ടിയും കയ്യിൽ വടി പിടിച്ചുകൊണ്ട് വേണം ഈ പെസഹ മാംസം ഭക്ഷിക്കുവാൻ. 2,
ദൂതൻ പത്രോസിനോട് പറയുന്നുണ്ട്. ഇവിടെ പ്രവൃത്തിയുള്ള പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അരകെട്ടി കാലിന് ചെരുപ്പിട്ട് മുറുക്കുക, അരകെട്ടി കാലിന് ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരാഗ്രഹത്തിലെ ബന്ധനത്തിൽ നിന്ന് പുറപ്പെട്ടു പോകാനുള്ള തയ്യാറെടുപ്പിന് ഒരുങ്ങിക്കൊള്ളുക എന്നാണ് പറയുന്നത്. കാലിൻ്റെ ഒരുക്കം യാത്രയ്ക്കുള്ള മുന്നോടിയാണ്. ആ യാത്ര മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുവിശേഷ യാത്രയുടെ ഉദ്ദേശം സുവിശേഷീകരണം ആയിരിക്കണം. അതിനൊരുക്കമുള്ള ഒരു കാല് നമുക്ക് ആവശ്യമാണ്. കാല് ശരിയായ നിലയിൽ ഒരുക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ വായിക്കുന്ന സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായ സമാധാനം ലഭിക്കുന്നു എന്നുള്ള സ്വർഗീയ പ്രഖ്യാപനം കാലിന് ചെരുപ്പാക്കിക്കൊണ്ട് സുവിശേഷ രണാങ്കണത്തിൽ മുന്നേറേണ്ടവരാണ് ക്രിസ്തീയ വിശ്വാസികൾ. യെശയ്യാപ്രവാചകൻ പറയുമ്പോൾ അത് ഇങ്ങനെ പറയുന്നു: നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. ഒരിക്കലെ വളരെ സൗന്ദര്യമില്ലാത്ത, വളരെ വിരൂപിയായ, ഇരുണ്ട നിറമുള്ള, പല്ലുകൾ കൊഴിഞ്ഞ, തലമുടി ഒക്കെ നരച്ച് വെളുത്ത ഒരു മനുഷ്യൻ വലിയ മാന്യതയൊന്നുമില്ലാത്തൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കവലയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ഈ സുവിശേഷം ഈ വയസ്സനായ മനുഷ്യൻ പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ ഒരുപറ്റം ചെറുപ്പക്കാർ അടുത്ത് നിന്നവർക്ക് ഒരു പരിഹാസ്യമായി അത് തോന്നി. അവർ അന്യോന്യം ഈ പ്രായമുള്ള മനുഷ്യനെ അപലപിച്ചുകൊണ്ട് ഹാസ്യമായ നിലയിൽ അവർ പലതും പറഞ്ഞു. അവർ ഈ പറഞ്ഞ വാക്കുകൾ ഈ പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം കേൾക്കുന്നത് ഒരു പഴഞ്ചൻ ബൈബിൾ കയ്യിലുണ്ട്, ഒരു കാലം കുടയുണ്ട്, തോളിലൊരു സഞ്ചിയുണ്ട്, മുഷിഞ്ഞൊരു വസ്ത്രമുണ്ട്. അദ്ദേഹം വേണ്ടത്ര നിലയിൽ സൗന്ദര്യമോ ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹം നിൽക്കുമ്പോൾ ഈ അദ്ദേഹത്തെ അംഗപ്രത്യംഗമായി പരിഹസിച്ചുകൊണ്ട് ഈ യുവാക്കന്മാരെ സംസാരിക്കുകയായിരുന്നു. ഇത് കേട്ട് ഈ പ്രായമുള്ള മനുഷ്യൻ വളരെ സൗമ്യനായി ഈ യുവാക്കന്മാരടുത്ത് ചെന്നിട്ട് പറഞ്ഞു: അല്ലയോ യുവാക്കന്മാരെ, നിങ്ങൾ എന്നെ പരിഹസിച്ച് പറഞ്ഞ വാക്കുകൾ ഒക്കെ ഞാൻ കേട്ടു. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എനിക്ക് സൗന്ദര്യമുള്ള ഒരു മുഖമില്ല, മുഖകാന്തി എനിക്കില്ല. ഞാൻ വെളുത്ത നിറമുള്ളവനല്ല, ഇരുൾ നിറമുള്ളവനാണ്, കറുത്ത നിറമുള്ളവനാണ്. എൻ്റെ തലമുടിയൊക്കെ ഹിമം പോലെ വെളുത്തിട്ടുണ്ട്. എൻ്റെ പല്ലുകൾ പലതും പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് അത് കൊഴിഞ്ഞു മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വസ്ത്രധാരണം അത്ര ശ്രേഷ്ഠമായ നിലയിലുള്ള ഒന്നല്ല. ഞാനൊരു സാധുവായ മനുഷ്യനാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറഞ്ഞതൊക്കെ എനിക്കുള്ള ന്യൂനതകളാണ്. നല്ല വസ്ത്രമില്ല, നല്ല സൗന്ദര്യമില്ല, നല്ല നിറമില്ല, പിന്നെ വായിൽ പല്ലുകളെല്ലാമില്ല, തലമുടിയെല്ലാം നരച്ചതാണ്. പക്ഷേ എനിക്ക് മനോഹരമായ 2 കാലുകൾ ദൈവം നൽകിയിട്ടുണ്ട്. നിങ്ങൾ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അതേ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് മനോഹരമായൊരു വാക്യാംശം പ്രവാചകൻ പറഞ്ഞത് വായിച്ച യുവാക്കന്മാരെ കേൾപ്പിച്ചു. അല്ലയോ യുവാക്കന്മാരെ, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങൾമേൽ എത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങൾമേൽ എത്ര മനോഹരം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ സുവിശേഷീകരണമാണ്, ആത്മാക്കളുടെ രക്ഷ. അതിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ നാം സുവിശേഷം ചുമന്നുകൊണ്ട് പോകുവാൻ തയ്യാറാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കതിന് ഒരുക്കമുള്ള ഒരു കാല് ഉണ്ടായിരിക്കണം. തിമോഥെയോസിന്റെ അപ്പോസ്തലൻ പറയുമ്പോൾ വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്തും കർത്താവായ യേശു ക്രിസ്തു കൂടിയുള്ള രക്ഷാമാർഗത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിൽ നാം എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായി ഇരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വിശുദ്ധന്മാരുടെ കാലുകൾ സമാധാനത്തിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ സർവദാ ഒരുങ്ങി ഇരിക്കേണ്ട കാലുകളാണ്. അങ്ങനെയുള്ള കാലുകളെ നന്മ സുവിശേഷിക്കുന്നവരുടെ കാലുകൾ എന്നാണ് പ്രവാചകൻ പറയുന്നത്. നമ്മുടെ കാലുകൾ ഇതുവരെയും ആ നിലയിൽ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ശരിയായ ഒരുക്കം പ്രാപിച്ച കാലുകളല്ലെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ഒരുങ്ങാം, അതിനായി തയ്യാറാകാം, സുവിശേഷം അറിയിക്കാം. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.